ഞാൻ എൻ്റെ മുറിയിൽ കിടന്നുകൊണ്ട് സ്വപ്നം കണ്ടു. കുറ്റിയിട്ടാണ് മുറിയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അവിടെ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുക. ഇരുട്ടാണ്. കണ്ട സ്വപ്നം എന്നെ വഴിയിലൂടെ ഒരു പട്ടി ഇട്ട് ഓടിക്കുക. ഞാൻ ഓടുക പട്ടിയുടെ വായിൽ നിന്നും രക്ഷപ്പെടാൻ. ഓടി പല വീടുകളിലേക്കും കയറാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം ഗേറ്റ് അടഞ്ഞു കിടക്കുക, ഒരു രക്ഷയില്ല. അവസാനം പട്ടി എന്നെ ഓടിച്ചിട്ട് പിടികൂടി. എൻ്റെ കാലെല്ലാം കടിച്ചു കീറുകയാണ്. വേദന കൊണ്ട് ഞാൻ പൊളയുകയാണ്. അവസാനം പട്ടിയുടെ വായിൽ നിന്നും രക്ഷപ്പെടാൻ കാലെടുത്ത് പട്ടിക്കിട്ടൊരു തൊഴി അങ്ങ് തൊഴിച്ചു. തൊഴി കൊണ്ടതെവിടാ? കട്ടിലിൻ്റെ കാല്. ഞാൻ ഉണർന്നു. ഇതനുഭവിച്ചിട്ടില്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, കൂടെ കിടക്കുന്ന ആൾക്കിട്ടാ ചവിട്ടി കിട്ടി. അതുകൊണ്ടാണ്. ഏതായാലും എപ്പോഴെങ്കിലും വികാരം ഇങ്ങനെ ഉണ്ടാവും. ചോദ്യം അതല്ല. പട്ടിയുടെ മുമ്പിൽ ഓടിയതാരാ? പട്ടിയുടെ മുമ്പിൽ ഓടിയത് നിങ്ങളാ കണ്ടതെങ്കിൽ? അത് മനസ്സിലായില്ല. നിങ്ങളാ ഓടിയെങ്കിൽ നിങ്ങള്, ഞാനാ ഓടിയെങ്കിൽ സ്വപ്നം കണ്ടത് ഞാനല്ലേ കാണും. ഞാൻ കണ്ട സ്വപ്നം അപ്പുറത്ത് കിടക്കുന്ന എൻ്റെ ഭാര്യ കാണുമോ? ഇല്ലല്ലോ. അപ്പൊ പട്ടിയുടെ മുമ്പിൽ ഓടിയത് ഞാനാ, സംശയമൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോ എവിടെ ഓടിക്കൊണ്ടിരിക്കുക? പട്ടിയുടെ മുമ്പിൽ. എല്ലാം കാണുന്നു. ഇപ്പോൾ പട്ടി എന്നെ പിടികൂടി. ഇപ്പോൾ ഞാൻ കിടക്കുന്നപ്പോൾ എവിടാ? പട്ടിയുടെ വായില. സംശയമുണ്ടോ? അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഇന്നെങ്കിലും ആ സ്വപ്നം ഒന്ന് കാണിച്ചു തരാൻ. പട്ടിയുടെ വായിൽ കിടക്കുവാ ഞാൻ. എന്റെ ചോദ്യം അതല്ല. പട്ടിയുടെ വായിൽ കിടക്കുന്ന എന്നെ കണ്ടതാരാ? ഞാൻ തന്നെയോ? എടാ, ഞാൻ പട്ടിയുടെ വായിൽ കിടക്കില്ലേ? ഞാൻ തന്നെയാണ് അതിനെയും കണ്ടത്. പട്ടിയുടെ വായിൽ കിടക്കുന്ന ഞാനിനെ കണ്ടതും മറ്റൊരു ഞാൻ. അങ്ങനെയാണെങ്കിൽ എന്നിൽ രണ്ട് ഞാനുണ്ടോ? പട്ടിയുടെ വായിൽ കിടക്കുന്ന ഞാനുമുണ്ട്, പട്ടിയുടെ വായിൽ കിടന്ന എന്നെ കണ്ട ഞാനുമുണ്ട്. ആ പട്ടിയുടെ വായിൽ കിടന്ന ആ ഞാനിന് പറയുന്ന പേരാണ് ജീവൻ. പട്ടിയുടെ വായിൽ കിടന്ന എന്നെ കണ്ടുകൊണ്ടിരുന്ന ഞാനാണ് ദൃക്ക്. ഇവിടെ പറഞ്ഞില്ലേ, പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നവൻ. അവന്റെ പ്രകാശത്തിലാണ്. സുന്ദരമായിട്ട് പട്ടിയെ കണ്ടായിരുന്നോ? വീടുകളും വഴിയൊക്കെ കണ്ടില്ലേ? ആരാ വെട്ടം തന്നത് അവിടെ? ആരെങ്കിലും ടോർച്ച് അടിക്കുന്നുണ്ടായിരുന്നോ? നീ സ്വപ്നം കണ്ടോ എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ എവിടുന്ന് കിട്ടി ആ വെട്ടം? ഈ വെട്ടം കിട്ടിയത് എവിടെ നിന്നാ? ഈ ദൃക്കായിട്ട് നിന്നവന്റെ പ്രകാശമാണ്. സ്വരാട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളത് എന്താ ഉള്ളത്? പ്രകാശം. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, എല്ലാത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഏതാ? പ്രകാശം. അത് തന്നെയാണ് കെമിസ്ട്രിക്കാരൻ ആറ്റം ഡിവൈഡ് ചെയ്ത് പോയപ്പോൾ അടുത്ത കാലത്ത് അയാളും കണ്ടുപിടിച്ചു, എല്ലാ മൂലകത്തിൻ്റെ ഉള്ളിലുള്ളത് ഏതാണ്? പ്രകാശമാണ്. ഏറ്റവും സൂക്ഷ്മമെന്ന് പറഞ്ഞ ഏതാണ്? അതുകൊണ്ടാണ് സൂര്യനെ അളക്കാൻ ഉപയോഗിക്കുന്ന മെഷർമെന്റിന് പേരും കൊടുത്തു പ്രകാശ. അറിയത്തില്ല, വേണ്ട, എനിക്ക് ഫിസിക്സ് ഒന്നും അറിയില്ല. ഏതായാലും അപ്പൊ ഇവിടെ അഭിജ്ഞ സ്വരാട്, അത് സ്വരാടാണ്. തേനേ ബ്രഹ്മഹൃദായ ആദി കവയെ. ഇതിനെപ്പറ്റി തന്നെയാണ് ബ്രഹ്മ വേദങ്ങളും ഈ പരമ ചൈതന്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ആർക്ക്? ആദി കവയെ, ആദികവിക്കായിക്കൊണ്ട്. ആദികവി ആരാ? ആദികാവ്യം അല്ല കേട്ടോ. ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ പറയണ്ട. ആദികവി ബ്രഹ്മദേവനാണ്. ആദികാവ്യം ഒന്നും അങ്ങനെയില്ല, വേദം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് അതിന് ആദികവി എന്ന് പറഞ്ഞു? സൃഷ്ടിസ്ഥിതികളെ പറ്റി എഴുതിയത് കൊണ്ട് ആദികവി. സൃഷ്ടിസ്ഥിതികളെ പറ്റി കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആദികാവ്യം എന്നേ ഉള്ളൂ. അത് ഇവിടെ തേനേ ബ്രഹ്മകൃതായ ആദി കവയെ. അവിടെ വേദങ്ങൾ ഭഗവതത്വം ആർക്കാ പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മദേവനാണ്. മുഹ്യന്തിയ സൂരയ. ഈ ബ്രഹ്മതത്വത്തെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് ജ്ഞാനികൾ മോഹിച്ചു നടക്കുന്നത്. കാരണം എന്താണ്? തേജോ വാരി മൃതാം യഥാ വിനിമയ. ഇതിനെ അറിയണമെങ്കിൽ തേജസ് വാരി മൃത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലെ മൂന്നെണ്ണവ. ഏതൊക്കെയാ? തേജസ്, അഗ്നി,
വാരി ജലം, ഭൂമി, അറിയാമല്ലോ, മണ്ണ്. വൃത്ത്, മണ്ണും ഭൂമി, ഈ മൂന്ന് കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടതാണ് ഏത്? ഈ ശരീരം. അതുകൊണ്ടാണ് ഈ ശരീരം വീണ് കഴിഞ്ഞാലും ഇതുകൊണ്ട് കളയുന്നത് എവിടാ? ഒന്നുകിൽ ഭൂമിയില്, അല്ലെങ്കിൽ അഗ്നിയില്. ഇപ്പം അവിടെ ഇല്ല. പണ്ടൊക്കെ ഗോസായിമാര്, ആ വിഭാഗത്തിൽപ്പെടുന്നവര്, കാശിയിലൊക്കെ ഉള്ളവര് മരിച്ചു കഴിഞ്ഞാൽ അവര് മൃതദേഹം എന്താ ചെയ്യുന്നത്? ഗംഗയിലേക്ക് എടുത്ത് ഒറ്റയേറ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. ഈ മൂന്നെണ്ണത്തിലൂടെയാണ് നമ്മുടെ ഈ ശരീരവും പോകുന്നത്. അങ്ങനെ വിനിമയങ്ങളായിട്ട് പല ശരീരങ്ങളിലായിട്ട് കേടുന്ന പലതരത്തിലുള്ള എത്ര ത്രിസർഗോ അമൃഷ, അങ്ങനെയുള്ള ആ സൃഷ്ടികളുടെയും എല്ലാം ഉള്ളിൽ ചൈതന്യമായി കുടികൊള്ളുന്നതാണ് ഏത്? ഈ പരമമായിരിക്കുന്ന സത്യം. ആ സത്യത്തെ നമുക്കെല്ലാവർക്കും ചേർന്ന്, അപ്പോ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത് ഏതിനെയാ? പരമമായിരിക്കുന്ന സത്യത്തെ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ 7-ാം ദിവസം എനിക്ക് മനസ്സിലാവും ഉള്ളതാര് മാത്രമേ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടായതാണ്, ഉണ്ടായ നമ്മളെല്ലാവരും നശിക്കും എന്ന് പറഞ്ഞ് ബോധ്യമാകുമ്പോൾ ദ്വാദശസ്കന്ധത്തിൽ പറഞ്ഞു നിർത്തും. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞവിടെ നിർത്തും. അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കാൻ ആരംഭിക്കണം. അങ്ങനെ ആദ്യത്തെ ഒരു ശ്ലോകം എന്താണ് ഭാഗവതം എന്ന് പറയും. ചുരുക്കിയാണ് പറഞ്ഞത്, ഇതിൽ കൂടുതൽ വ്യാഖ്യാനിച്ചാൽ തീരില്ല. അതുകൊണ്ടാണ് പിന്നെ അടുത്തത് പറയുകയാണ്, ഇനിയും ഈ പരമമായിരിക്കുന്ന സത്യത്തെ നിങ്ങൾ അറിയണമെങ്കിൽ ഇന്നത്തെ നിലവാരം കൊണ്ടൊന്നും നടപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള ധാർമ്മികമായ നിലപാട്, ചുരുക്കി പറയുകയാണ്, ധാർമ്മികമായ ചില കാര്യങ്ങൾ നേടുക. അതാണ് ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ. ധാർമ്മികമായ ചില പ്രോജ്ജിതങ്ങളായ മറ്റുള്ളവർ പറഞ്ഞതായ ധാർമ്മിക മാർഗങ്ങളെ നിങ്ങൾ തുടരണം. എന്നിട്ട് നിങ്ങൾ അത് നേടിയെടുക്കാൻ എവിടെ ചെല്ലണം? നിർമ്മൽ സരാണാം സദാം, സജ്ജനങ്ങളിടയ്ക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞത്. ഈ കാര്യത്തെ പറ്റി അറിയാൻ. കാര്യം എന്താ? നമ്മുടെ ശാസ്ത്രം പറയുന്നുണ്ട്, ശങ്കരാചാര്യർ തന്നെ പറയുന്നു, സത്സംഗത്തെ അയ്യോ അതൊക്കെ ഇനി വായിക്കണേ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഇത്രയും പോയാല് അടുത്ത വണ്ടിയെ കയറാതെ ഇങ്ങനെ വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം വേണ്ടുന്നത് ഈ പദങ്ങളിലേക്ക് എത്താൻ ആദ്യം എന്ത് ചെയ്യണം? സത്സംഗം നടത്തണം. അപ്പൊ സത്സംഗം നടക്കണമെങ്കിൽ ആരെ കാണണം? അപ്പൊ ഏറ്റവും പ്രധാനികൾ ആരാ? സജ്ജനങ്ങളാ. അതുകൊണ്ടാ ഭൂതാനം പാടിയത്, സജ്ജനങ്ങളെ കാണുന്ന മാത്രയിൽ. കേട്ടിട്ടുണ്ടോ? അയ്യോ അതേ കേൾക്കണമെങ്കിൽ 5:30 എഴുന്നേക്കണം. 5:30 അമ്പലത്തിൽ റെക്കോർഡ് ഇടുകയുള്ളൂ. നമ്മൾ എഴുന്നേക്കുന്ന 7 മണിക്കാണ്. പിന്നെ ഇതെങ്ങനെ കേൾക്കാനാ? സജ്ജനങ്ങളെ കാണുന്ന മാത്രയിൽ ലജ്ജ കൂടാതെ, അല്ലേ? അപ്പൊ ഏറ്റവും പ്രധാന ആളുകൾ ആരാ? സജ്ജനം. പക്ഷെ ഇപ്പൊ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, സജ്ജനങ്ങളെ മുട്ടിയിട്ട് വഴിയെ നടക്കാൻ വയ്യ. മുഴുവനും ആരാ? സജ്ജനങ്ങൾ. ഒരു നോട്ടീസ് അടിച്ചാൽ തന്നെ, പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പഴയ അമ്പലങ്ങളിൽ, ഞാനിപ്പോൾ അമ്പലത്തിന് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, പഴയ നോട്ടീസൊക്കെ അച്ഛൻ്റെ കാലത്തൊക്കെ നോട്ടീസ് എഴുതുമ്പോൾ അന്നൊക്കെ ഈ ജനങ്ങളെ ഒരു നോട്ടീസ് എഴുതുമ്പോൾ നമ്മളൊരു എന്താ പറയുക സംബോധന ചെയ്യുമല്ലോ. ഈ സംബോധന പണ്ട് മാന്യരേന്നായിരുന്നു, അല്ലേ? അല്ലായിരുന്നോ? ഇപ്പൊ അത് വെക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും? മിക്കവാറും മാന്യതയെല്ലാം പോയി കാണും, അതുകൊണ്ടാവും. ഇപ്പൊ അതുകൊണ്ട് വെക്കുന്ന എന്താ? സജ്ജനങ്ങളെ. അപ്പൊ എൻ്റെ കയ്യിലുള്ള നോട്ടീസ് കിട്ടിയാൽ ഞാൻ കാണുന്നു, ആഹാ ഞാനും ആരായി? സജ്ജനമായി. പിന്നിപ്പം ഇവിടെ അവരല്ലാതെ വേറെ ഉണ്ടോ? സജ്ജനങ്ങൾ ആരാണെന്ന് ഇനി പറയും, കാപിലത്തിൽ പറയും. സകനം സർവദുഃഖാനാം ചിന്താവിലാപരഹിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷണം പറയും. തിരിക്ഷ എന്നുള്ളിടത്ത് കാപിലത്തിൽ പറയാം, അന്നേരം പറയാം. ഏതായാലും ഈ സജ്ജനങ്ങളെ നിങ്ങൾ ആരാണോ സജ്ജനങ്ങൾ എന്ന് വെച്ചിരിക്കുന്ന ആളെ തന്നെ കണ്ടു, തെറ്റൊന്നുമില്ല. പക്ഷേ ആ സജ്ജനത്തിന് ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിർമത്സരാണാം, ഇവര് പരസ്പരം എന്തുള്ളവരാവരുത്,
ഇപ്പൊ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ആര് തമ്മിലാണ്? എനിക്ക് തോന്നുന്നേ ഒരു പ്രൊഫഷണൽ ഇരിക്കുന്നവർ തമ്മിൽ അത്രയും മത്സരമില്ല. ഉണ്ടോ? ഇപ്പൊ ഒരു അധ്യാപകൻ വേറെ അധ്യാപകനായിട്ട് മത്സരമുണ്ട്, അല്ല ഒരു ഡോക്ടർ, ഒരു വക്കീല്, ഇല്ല. ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ആര് തമ്മിലാണ്? സജ്ജനങ്ങൾ തമ്മിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മത്സരം ഇപ്പോൾ ഉള്ളത് സപ്താഹാചാര്യന്മാർ തമ്മിലാണ്. ഞാനൊക്കെ അതിൻ്റെ വലിയ ആളാണ്, മത്സരിക്കുന്നത്. കാരണം എന്താ? ഭയങ്കര മത്സരമാണ്, എന്താണെന്നറിയില്ല. അതേപോലെ തന്നെയാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് രാവിലെ 5 മണി തൊട്ട് നിങ്ങൾ ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് TV ചാനലുകളിൽ ഭാഗവത പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ടോ? എൻ്റെ പോലെ അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങളില്ല. നിങ്ങൾ ആദ്യം തുടങ്ങിയത് നമ്മുടെ വടക്കാഞ്ചേരിയിലെ സ്വാമിയായിരുന്നു. നല്ലൊരു അറിവുള്ള ആളാണ്. ഞാൻ രണ്ടുപേരുടെ വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് ഭൂമാനന്ദ തീർത്ഥവാദര്, പിന്നെ കുളത്തൂര് ചിദാനന്ദപുരി. ഇവർ രണ്ടുപേരെ യോഗ്യന്മാരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മറ്റവരാരും മോശക്കാരായതുകൊണ്ടല്ല നമ്മൾ കാണുന്നു. ബാക്കിയൊക്കെ വെറും എന്താ പറയുക, പുത്തകം മുമ്പ് ചോദിച്ചിട്ട് വല്ലവരും എഴുതിയെന്ന് പറയുകയാണ്. അതല്ലല്ലോ, മനനം വേണം. ആ കൂട്ടത്തില് ഒരു സ്വാമി തുടങ്ങി 5:30, 5:30 തൊട്ട് 5:40 വരെ 10 മിനിറ്റ് ഏഷ്യാനെറ്റിൽ. അപ്പൊ തീർച്ചയായിട്ടും അത് കേൾക്കണം. പക്ഷെ അടുത്ത ചാനലുകാരപ്പം തുടങ്ങി. ഏത് സമയത്താ? അതേ സമയത്ത്. മറ്റേ സ്വാമി പറഞ്ഞു ഏഷ്യാനെറ്റിലെ സമയത്ത് തന്നെ ആരുടെ ഇടണം? എൻ്റെ. അപ്പൊ ഇവര് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്? ഞാൻ ചോദിക്കട്ടെ, 5:40 കഴിഞ്ഞിട്ട് സൂര്യയിൽ 5:40 തുടങ്ങിയാൽ പോരെ? അപ്പൊ ഗുണം ആർക്കാ? നമുക്ക് കിട്ടും. ആദ്യത്തെ ആളിൻ്റെയും കേൾക്കാം. പക്ഷെ അവരിടത്തില്ല. കാര്യം എന്താ? എൻ്റെ ഡിവോട്ടീസ് മറ്റേ ആളിൻ്റെ കേൾക്കരുത്. കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്നെ വിട്ടു പോയാലോ. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള മത്സരമാണ് രാവിലെ 5:30 തൊട്ട്. നമ്മൾ നോക്കി ഒരേ സമയത്തല്ലേ, അല്ല എന്ന് പറയാമോ? ഇതെന്തുകൊണ്ട്? ഇങ്ങനെ ഉള്ളവരുടെ അടുക്ക പോകരുതെന്നാ പറഞ്ഞത്. അതുകൊണ്ട് മത്സരബുദ്ധിയില്ലാത്ത സജ്ജനങ്ങളുടെ അടുക്ക ചെന്നിട്ട് വേദ്യം അറിയണം, വാസ്തവം ഭാഗവത്തിലെ വിഷയം എന്താണെന്ന് അറിയണം. അല്ലാതെ ഈ കുറെ കഥകൾ മാത്രമാണോ ഇതിലുള്ളത്? ആധ്യാത്മികമായ വിഷയങ്ങൾ വല്ലതുമുണ്ടോ എന്നറിയണം. അത്ര വസ്തുശിവദം അത് മംഗളത്തെ നൽകുന്നതുമായിരിക്കും. താപത്രയ ഉന്മൂലനം, 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്കുള്ളത്. ഇന്നലെ പറഞ്ഞു, ആദിലൗകികം, ആദിഭൗതികം, ആധ്യാത്മികം. ഈ 3 ദുഃഖങ്ങൾ വന്നാലും മാറാൻ ആരനുഗ്രഹിച്ചാലേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ആദി ലൗകികം. എന്താ ആദിലൗകികം? ഈയിടെ വയനാട്ടിൽ ഒരു ഭൂകമ്പം ഉണ്ടായില്ലേ? ഇതിന്റെ മേലെ നമുക്കാർക്കെങ്കിലും നിയന്ത്രണമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇത് സംഭവിച്ചപ്പോൾ നമ്മൾ ആരെയാ വിളിച്ചത്? എൻ്റെ പിണറായി വിജയ എന്നാണ് വിളിച്ചത്. ആ വിളിച്ചവർക്കറിയാം ആരെയാ വിളിച്ചത്. ആരിലും ആട്ടെ, ഈശ്വരന്മാർ ആരായിക്കോട്ടെ വിശ്വാസം, പക്ഷെ എൻ്റെ ഈശ്വര എന്നാണ്. അപ്പൊ ആ ദുഃഖങ്ങൾ തീർക്കണേൽ ആര് വേണം? ഭഗവാൻ. ആദി ഭൗതികം, എൻ്റെ ദാരിദ്ര്യം, എൻ്റെ രോഗങ്ങൾ, ഇത് തീരണേ ആരെ വിളിക്കണം? അതുകൊണ്ടാണല്ലോ നാരായണീയ ഉണ്ടായത്. ആമയ രോഗാൻ, രുന്തി രോഗാൻ എന്ന് പ്രയോഗിച്ചത് എന്തിനാ? അതാ അല്ലേ ഗുരുഭവനപുരേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് ആര്യാ? അപ്പോ ആദിഭൗതികം. പിന്നെ 3ാമത്തെ ദുഃഖം, അതിപ്പോ നമുക്കാർക്കും ഇല്ല. ആധ്യാത്മിക ദുഃഖം ഉള്ളവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? അല്ലെങ്കിൽ ആധ്യാത്മിക ദുഃഖം വന്ന് മരിച്ച ആരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ ആധ്യാത്മികം? ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഈ ആധ്യാത്മിക പ്രഭാഷണം എന്ന് പറഞ്ഞ് നടത്തുന്ന മതപ്രഭാഷണമാണ് അല്ല. ആധ്യാത്മിക പ്രഭാഷണം എന്നാൽ മനസ്സും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തിനാണ് എന്ത് പറയുക? ആധ്യാത്മികം. അപ്പോ മനസ്സിൽ എനിക്ക് ഈശ്വരനെ പറ്റി അറിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. അങ്ങനെ ദുഃഖം നിങ്ങൾക്കുണ്ടോ? എനിക്ക് ഈശ്വരനെ പറ്റി അറിയാനേ സാധിക്കുന്നില്ലല്ലോ എന്നൊരു ദുഃഖം. അപ്പൊ ഈശ്വരനെ പറ്റി അറിഞ്ഞാൽ എന്താ, അറിഞ്ഞില്ലേൽ എന്താ? പവർ കട്ടാണെങ്കിൽ പോലും മേളിലോട്ടിട്ടാൽ എങ്ങോട്ട് പോകുന്നുണ്ട്? താഴോട്ട് കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈശ്വരനുണ്ട്, പക്ഷെ പറയുകയാണ് എൻ്റെ ഈശ്വരനെ അറിയണമെന്നുള്ള ആഗ്രഹം പോലും എനിക്ക് സാധിച്ചു തരണമെങ്കിൽ ആര് തീരുമാനിക്കണം? ഭഗവാൻ. അതുകൊണ്ടാ പറഞ്ഞത് സപ്താഹം തൊട്ടടുത്ത അമ്പലത്തിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കണമെന്ന് ഇല്ല. അത് കേൾക്കണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം?
ചിലപ്പോൾ ചിലയിടത്ത് കാണാൻ പോലെ വളരെ ദൂരെ നിന്ന് പോലും ആണ്, എനിക്കറിയാം. അതിന് ഈ കൊല്ലം, കൊട്ടാരക്കര, അതേപോലെ കോട്ടയം, ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ എവിടുന്നെല്ലാം എന്നെ അറിയാവുന്നവരെ കേൾക്കാൻ വരും. എന്തുകൊണ്ടാ? അവർക്ക് അതിനകത്തേക്ക് അങ്ങ് വീണ് പോയി. കാരണം എന്താ? ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സപ്താഹ സ്ഥലത്ത് പോകാൻ തോന്നുന്നത്. അപ്പോൾ ഇതില്ലാതാവണമെങ്കിലും എന്താണ്? അതാണ് താപത്രയോന്മൂലനം. ആ കാര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്ന ശ്രീമദ് ഭാഗവതേ കിം വാ അപരൈരീശ്വര. ഈ ഭാഗവതം ഉള്ളപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് വേറെ വല്ല ഈശ്വരന്മാരുടെയും പറയരുതാ? എന്നാലും പറഞ്ഞാലേ പറ്റൂ. അത്രയ്ക്ക് ഉറപ്പ് പറയാനായിട്ടാണ് അത് പറഞ്ഞത്, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള ദേവന്മാരെ ഭജിക്കാൻ വാച്യാർത്ഥം എടുത്തുകൂടാ എന്നർത്ഥം. കിംവാ അപരൈരീശ്വര. എന്തിനാണ് നിങ്ങൾ മറ്റുള്ള ദേവന്മാരുടെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്? ഏത് മാത്രം ഭജിച്ചാൽ മതി? ഭാഗവതം മാത്രം ഭജിച്ച. അപ്പൊ അങ്ങനെ ഭജിച്ചാലോ സദ്യോ ഗൃദ്യവരുദിത്യതേത്ര കൃതിവി. ഉടൻ തന്നെ ആ പഠിക്കുന്ന ആളിന്റെ ഹൃദയത്തിൽ ആരുടെ സാന്നിധ്യമുണ്ടാവും? ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. സദ്യോ ഹൃത്യവരുദ്ധ്യതേത്ര കൃതിവി ശുശ്രൂഷുഭിസ്തക്ഷണാത്. അതുകൊണ്ട് എപ്പോഴാണോ ഇവരെ നിങ്ങൾ അറിയുന്നത്, അപ്പോൾ മുതൽ നിങ്ങളുടെ കാതുകൊണ്ട് ഏത് കേൾക്കണം? ഈ ഭാഗവതത്തെ നിങ്ങൾ കേൾക്കാൻ ശ്രമം തുടങ്ങണം. അപ്പോ തിരിക്ക് അവിടെ പറഞ്ഞത് 3-4 വർഷമായിട്ട് സപ്താഹം നടത്താൻ ഇവിടെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോ അത്രയും കാലത്തെ ഇടവേളകൾ നടന്നിട്ടാണ് ഇപ്പോൾ എന്ത് നടക്കുന്നത്? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും നമുക്ക് അറിവ് കിട്ടി, അതുകൊണ്ട് കിട്ടുന്ന സമയത്തോളം വന്നിരുന്ന കേൾക്കണം. ആർക്ക് വേണ്ടിയിട്ടാ? അവരവർക്ക് വേണ്ടിയിട്ട് അർത്ഥം. പിന്നെ പറയാണ് നിഗമകൽപ്പതരോർഗളിതം ഫലം. ഈ ഭാഗവതം നിഗമങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങള്, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്നും താഴേക്ക് വിട്ട പഴമാണിതെന്ന്. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിന്റെ കൽപ്പവൃക്ഷം എന്തുകൊണ്ടാണ് അതിന് പേര് വന്നത്? എല്ലാം ഉപയോഗിക്കാം. ഉപയോഗിക്കൽ മാത്രമല്ല, സൽക്കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചാലേ ആവൂ. സൽക്കർമ്മങ്ങൾ ഇപ്പോ തെങ്ങിന്റെ തേങ്ങ ആയിക്കൊള്ളട്ടെ, കരിക്ക ആയിക്കൊള്ളട്ടെ, കൊതുമ്പ്, മട, എന്ത് വേണമായിക്കൊള്ളു, ഗണപതി ഹോമത്തിന് ഉപയോഗിക്കും, അഭിഷേകത്തിന് ഉപയോഗിക്കും, ഇല്ലേ? എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കും. അതാണ് ഈശ്വരപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആവണം. തടി കൊണ്ട് വീട് പണിയും, അല്ലേ? എല്ലാം അതിൻ്റെ ഉപയോഗമാണ്. പനയോ, അത് അസുരവൃക്ഷമാണ്. പനയുടെ തടി, പിന്നെ പന കാരണം എന്താ? പനയിൽ നിന്ന് ഉണ്ടാക്കുന്നത് എന്തുവാ? കള്ള. അത് കുടിച്ചാൽ പിന്നെ അവൻ്റെ ബോധം മറ്റേത് മോശക്കാരനല്ല. ആരാ? തെങ്ങും. അതിന് വേറെ പ്രോസസ്സിങ് ആണ്. ആ കള്ള് കൊണ്ട് തന്നെയാണ് പിന്നെ കരിപ്പട്ടി, എന്തായാലും വേറെ തമിഴ്നാട്ടിലുണ്ടാക്കുന്നത് ചക്കര. ഇതെല്ലാം അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ ചക്കര ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം എന്താ? അസുരവൃക്ഷത്തിൽ നിന്നുള്ള സാധനമായണ്ട. അപ്പോൾ പിന്നെ പനയുടെ തടി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വീട് പണിയാൻ ഉപയോഗിക്കുമോ? ഇല്ല, തൂമ്പാടെ കൈക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? തൂമ്പാക്കയ്യ. അപ്പോ കൽപ്പവൃക്ഷം. അപ്പൊ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നും കളയാൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിഗമങ്ങളാകുന്ന കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാലോ വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷം. അപ്പോൾ വേദത്തിലെ ഒന്നും തന്നെ കളയാനില്ല. നിഗമകൽപ്പതരോർ, അങ്ങനെയുള്ള വേദങ്ങളാകുന്ന വൃക്ഷത്തിൽ നിന്നും താഴേക്ക് വീണ പഴമാണ് ഏത്? അത് ശുഗൻ. ഇവിടെ ശുഗം, അവിടെ ശുഗം തത്താന. ഇവിടെ ശുഗബ്രഹ്മർഷി കൊത്തിയിട്ട് തന്ന പഴമാണ് ഭാഗവതം. കഥയിലോ തത്ത കൊത്തിയിട്ട ഒരു പഴം. എന്താ? ഒരു തെങ്ങിനെ ഏറ്റവും നന്മയായിട്ട് നല്ലതാണെന്ന് പറഞ്ഞ ഏതിനെ കണ്ടുകൊണ്ടാണ്? ഒരു പ്ലാവ് നല്ലതാണെന്ന് പറയുന്നത് എങ്ങനെയാ? ചക്ക നല്ലതാണെങ്കിലേ പ്ലാവിനും പേരുള്ളൂ, അല്ലേ? മാവ് നല്ലതാണെന്ന് പറയുന്നത് മാമ്പഴത്തെ കണ്ടുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വേദമാകുന്ന മറ്റൊന്ന് ഫലം എന്ന് പറയുന്നത് ആ വൃക്ഷത്തിന്റെ ആകത്തുകയാണ്. വൃക്ഷത്തിന്റെ സകല ഗുണങ്ങളുമാണ് ഏത് രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്? പഴം. അങ്ങനെയാണെങ്കിൽ ഭാഗവതം വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷത്തിലെ പഴമാണെങ്കിൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തോന്നായി? വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വേദങ്ങളെക്കാൾ ശ്രേയസ് ഏതിന് വന്നത്?
ഭാഗവതത്തിന് വന്നു. അതാണ് നിഗമകൽപ്പതരോർ ഗളിതമ്പലം സുഖമുഖാത് അമൃതദ്രവ സംയുതം. ഈ അമൃതിനെ, ഈ മാധുര്യത്തെ, അമൃതം എന്ന് പറഞ്ഞ അർത്ഥം അമൃത്, അത് കേട്ടിട്ടില്ലേ? ഈ എന്താ പറയുക, മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ടോ? മൃത്യുഞ്ജയ ഹോമം മന്ത്രം അറിയാമോ? നീ ഒലിക്ക്. ത്രയംബകം യജാമഹേ ഊർവാരികബന്ധന മൃത്യോർ മാം. എങ്കിലും ഒന്ന് പറ. അവിടെ കുഴപ്പം. ഇവിടെ ചൊല്ലാൻ പറഞ്ഞു മൃത്യോർ മോക്ഷീയമാ മൃതാതല്ല. അവിടെ ഒരു എഫ് കിടപ്പുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ഒരു ചിഹ്നം കിടപ്പുണ്ടോ? ഇങ്ങനൊരു വരയും. അതൊരു സൂത്രം കൊണ്ട്, ഏങ്ങപ്പദാന്താദി എന്ന സൂത്രം കൊണ്ട് അകാരത്തെ സൈലന്റ് ആക്കിയിരിക്കുക. അത് ചൊല്ലുമ്പോൾ അകാരം കൂട്ടി വേണം ചൊല്ലാൻ. കാരണം അകാരം അവിടെ വെക്കാഞ്ഞത് വൃത്തഭംഗം വരും, അതുകൊണ്ടാണ്. അതുകൊണ്ട് മൃതാതല്ല, മൃത്യോർ മുക്ഷീയമാമൃത. അതേപോലെ തന്നെ വിദ്യയാമൃതമശ്നുതയല്ല, വിദ്യയാമൃതമശ്നുതേ. അപ്പൊ അമൃത മൃത്യുവിൽ നിന്നും രക്ഷിക്കുന്നതാണേത്? അമൃത്. അതുകൊണ്ട് എന്താ ഗുണം? മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ നമുക്ക് എന്തുണ്ടാവില്ല? മരണം ഉണ്ടാകില്ല. അത് പറഞ്ഞുകൊണ്ടല്ലേ ഇത് നടത്തിക്കൊണ്ടിരുന്നത് മുഴുവൻ. ഇത് ചെയ്യുന്ന ആൾ വരെ മരിച്ചു പോവുക പിന്നെ, അല്ലേ? അപ്പൊ ഇതൊന്നും അല്ല. ഊർവാരുഗമിവ ബന്ധന, അത് മൃത്യോർ മുക്ഷീയാന്ന. ഊർവാരുഗം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ ഉണ്ടാകുന്ന ഒരുതരം കായ. പിന്നെ വാച്യാർത്ഥത്തിൽ മറ്റൊരർത്ഥമുണ്ട്. ഊർവാരുകം ഏതാ? കുമ്പളങ്ങയല്ല, മത്തങ്ങ. ഈ മത്തങ്ങ ഞെട്ടുള്ള ചെടികളിൽ വെച്ച് ഏറ്റവും കട്ടി കൂടിയ ഞെടുമ്പോളാണ്, അല്ലേ? ബാക്കിയെല്ലാം കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാം. വെള്ളരി ആയിക്കൊള്ളട്ടെ, പടവലമായിക്കൊള്ളട്ടെ, പാവലായിക്കൊള്ളട്ടെ, ഇതിന് പറയുന്നത് വീരുത്തെന്ന. ഭൂമോ പ്രസാരിത, ഭൂമിയിലൂടെ പരന്നു പോകുന്നതിനെ വീരുത്തുകൾ എന്ന് പറയും. അല്ല, ഫലപാകാന്ത ഓഷധയ. സസ്യങ്ങളെ 4 തരത്തിൽ അതിരിക്കുക: ഓഷധി, വനസ്പതി, വീരുത്ത്, വൃക്ഷം. പൂവുണ്ടായിട്ട് കായ്കൾ ഉണ്ടാകുന്നവ വൃക്ഷങ്ങൾ. ഫലമെടുത്തു കഴിഞ്ഞാൽ ചെടി ഉൾപ്പെടെ നശിക്കുന്നവ ഓഷധികൾ. വള്ളിയായിട്ട് ലതയായിട്ട് പോകുന്നവ വീരുത്തുകൾ. അദൃശ്യ പുഷ്പാക വനസ്പതയക, പുഷ്പങ്ങളൊന്നുമില്ലാതെ കായ്ക്കുന്നവ പ്ലാവ്. പൂവില്ല, പക്ഷെ ചക്കയുണ്ടാവും. അങ്ങനെയുള്ള 4 തരത്തിലാണ് സസ്യജാലങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതില് ഈ വീര്യത്തിൽപ്പെടുന്നവയിൽ ഏറ്റവും കട്ടി കൂടിയ സാധനമാണ് മത്തൻ. കൈകൊണ്ട് പൊട്ടിച്ചാൽ പൊട്ടുവോ? ഇല്ല. മറ്റേതൊക്കെ പൊട്ടി വരും. നേരെ മറിച്ച് അത് ഞെട്ടും ഈ സാധനം കൂടെ അത്രയ്ക്ക് ചേർന്ന് കിടക്കുക, അല്ലേ? അത്ര ബന്ധമാണ്. പക്ഷെ പഴുത്ത് പാകം വന്നു കഴിഞ്ഞാലോ മത്തങ്ങായും അറിയത്തില്ല, ഞെട്ടും അറിയില്ല, തന്നെത്താനെ വിട്ടുപോകും. കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ കാണാതെ കിടക്കുന്ന മത്തങ്ങ കിടക്കുന്ന കാണാം പഴുത്ത്. ഇതുപോലെ എന്നെയും വിടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നത് സുഖമരണം ഉണ്ടാവാനാണ്, മരണം ഉണ്ടാവാതിരിക്കാനല്ല. മനസ്സിലായോ? കാരണം ഈ ഞെട്ടും ഈ മത്തങ്ങായും പോലെയാ ഞാനും. എൻ്റെ ജീവനും ഈ ശരീരവും കൂടെ അത്രയ്ക്ക് ഒട്ടിക്കിടക്കുക. ശരീരം ആരെയും വിടത്തില്ല, ജീവനെ വിടത്തില്ല. ജീവൻ ആരെയും വിടാൻ ഇഷ്ടപ്പെടുന്നില്ല, ശരീരത്തെയും. അതൊന്നും ഇങ്ങനെ ഒട്ടിക്കിടക്കുക. അതുകൊണ്ടാണ് ഈ മരിക്കുന്ന സമയത്ത് പ്രായമായവർ മരിക്കുമ്പോ മുഖത്തെ ഒന്നും നോക്കണം. ശരീരമെല്ലാം വലിഞ്ഞു മുറുകും, മലമൂത്ര വിസർജ്യങ്ങൾ ചെയ്യും. എന്താ? ജീവൻ വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ ശരീരം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അത്രയ്ക്ക് ബന്ധമായി ഇവര്. അതുകൊണ്ട് ഭഗവാനെ, ഞാൻ
എന്താണ്? ത്രയംബകം യജാമകേ. എന്താ ത്രയംബകം? ആളുകൾ വരുന്ന കൂവളത്ത് പൂവിനെ ഞാൻ അങ്ങോട്ട് യജിക്കുന്നു, വാച്യാർത്ഥം എടുത്തു, അർച്ചിക്കുന്നു. പക്ഷെ ത്രയംബകം ഇതാ, ത്രിഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഈ ശരീരം. ഈ ശരീരത്തിനെ ഭഗവാൻ ഞാനിതാ സമർപ്പിക്കുന്നു. അതുകൊണ്ട് അതേപോലെ എനിക്ക് അവസാന കാലത്ത് എന്റെ ശരീരം വിട്ടുപോകാൻ എനിക്ക് ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവാനാ നമ്മൾ ഏത് പോകുമ്പോൾ മാ അമൃതാത്, ഈ ശരീരം ഉപേക്ഷിച്ചു പോകുമ്പോൾ പിന്നീട് എനിക്ക് അടുത്ത ശരീരം തരരുത്, എന്നെ എങ്ങോട്ടേക്ക് വിടണം? എന്റെ കർമ്മബന്ധങ്ങളെ എല്ലാം തീർത്ത് ഇനി ഒരു ജനിമരണ ദുഃഖം അനുഭവിക്കാതെ എന്നെ അമൃതത്വത്തിൽ നിന്നും തടയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്നെ എവിടെ വിടണം? മോക്ഷത്തിലേക്ക് അയക്കണമെന്ന മാ അമൃതാത്. അതേപോലെ ഇവിടെയും പറയുകയാണ് പിബത ഭാഗവതം. എന്താണ്? അമൃതദ്രവ സംയുതം. ഇത് മൃത്യുവിനെ ജയിക്കുന്ന ദ്രവങ്ങളാണ്. ഏതില്? ഭാഗവതത്തിൽ. എന്ന് പറഞ്ഞാൽ മോക്ഷദായകങ്ങളായ കാര്യങ്ങളാണ് എന്നർത്ഥം. അതാണ് ഇതിന്റെ വിഷയം. അതുകൊണ്ട് പിബത ഭാഗവതം മുഹുഹു. ഇന്നലെ സാറ് പറഞ്ഞില്ലേ പിബത പിബത എന്ന് പറഞ്ഞില്ലേ? മുഹു എന്നുള്ള പ്രയോഗം വെച്ചുകൊണ്ട് അത് പറഞ്ഞത്. വീണ്ടും വീണ്ടും കുടിക്കുക. ഏതുവരെ? ആ ലയം ഇതിൽ പൂർണ്ണമായിട്ടും ലയിക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇപ്പൊ കേട്ടിട്ട് പിന്നെ അടുത്ത വർഷം കേട്ടാ പോരാ. ഇനി അടുത്ത സപ്താഹം എവിടെയാണോ നടക്കുന്നത് അങ്ങോട്ടേക്ക് പൊക്കോണമെന്നാ പറഞ്ഞത്. നോട്ടീസ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങണം. ഇവിടുത്തെ 7-ാം ദിവസം കഴിഞ്ഞാൽ അടുത്ത സപ്താഹം ഇവിടെ അടുത്ത് എവിടെയാണോ നടക്കുന്നത് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചോണം. രാവിലെ തന്നെ പൊക്കോണം. പിന്നെ വലിയ കുഴപ്പമില്ല, 3 നേരത്തെ കാര്യവും കിട്ടും. ഒറ്റ കാര്യം ചെയ്താൽ മതി, അവിടെ ചെന്നൊന്ന് ഇരുന്നാൽ മതി. അതുകൊണ്ട് പിബത ഭാഗവതം രസമാലയം മുഹുരസോ രസിക ഭുവി ഭാവുകാക. ആരോടാ കേൾക്കാൻ പറഞ്ഞത്? ഈ ലോകത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ. ഭുവി ഭാവുകാഹ, ഭൂമിയില് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത്. കാരണം എന്താ? ഇത് കേൾക്കാൻ തുടങ്ങിയവൻ പിന്നെ ഭൂമിക്ക് ദ്രോഹം ചെയ്യുവാനെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഭൂമിയിലുള്ളവർക്കെല്ലാം എന്ത് വരണം? നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 3 സ്തുതിയോടുകൂടി ഭാഗവതം ആരംഭിക്കുന്നത്. പിന്നീടാണ് വിഷയത്തിലേക്ക് വരുന്നത്. നൈമിശാരണ്യം എന്ന് പറയുന്ന സ്ഥലം. അവിടെ തേ ഏകദാതുമുനയ പ്രാതർഹുതകുതാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രചൈതമാദരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ദീർഘകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സത്രം നടക്കുന്നു. ആ സത്രവേദിയിലേക്ക് സാക്ഷാൽ സൂതൻ കയറി വരികയാണ്. ആ സൂതനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഏത് പറയുന്നത്? ഭാഗവതം പറയുന്നത്. കാരണം ഇവിടെ വക്താവായി വരുന്നത് സൂതനും ശ്രോതാക്കളായിട്ട് വരുന്നത് ഋഷിമാരുമാണ്. നമുക്കറിയാം ഋഷിമാര് മോശക്കാരല്ല, ശൗനകാദികളാണ്. കർമ്മകാണ്ഡങ്ങളിൽ അതിഗണ്യന്മാരാണ്. വേദങ്ങൾ പഠിച്ചവരാണ്, വേദജ്ഞാനികളാണ്, കർമ്മകാണ്ഡത്തിൽ നിഷ്കണമാണ്. സൂതൻ ഒരു പഠിപ്പുമില്ല, ഒരു വിദ്യാഭ്യാസവുമില്ല. പിന്നെ എന്തുമാത്രം? കേവലം ഭഗവാന്റെ കഥകൾ മാത്രം സാക്ഷാൽ ആരിൽ നിന്നും? ശുകബ്രഹ്മർഷിയിൽ നിന്നും കേട്ടവനാണ്. പരീക്ഷിത് മഹാരാജാവിന് ശ്രീ ശുകബ്രഹ്മർഷി കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥ നേരിട്ട് കേൾക്കാൻ ഇടകിട്ടിയ സൂതനാണ് നൈമിശാരണ്യത്തിൽ ഇരുന്നുകൊണ്ട് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. രോമകർഷണ പുത്രനായിരിക്കുന്ന രൗമഹർഷണിയാണ് സൂതൻ. രോമകർഷണനെയാണ് ബലരാമൻ വധിക്കുന്നത്. ആ ബലരാമന്റെ വധം കൊണ്ട് രോമകർഷണന്റെ അന്നവിടെ വെച്ച് ഏതാ ദശമത്തിൽ അവസാനം പറയും ഈ മകനെ എന്താണ് രോമകർഷണൻ ഇതുപോലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബലരാമൻ കയറി വന്നപ്പോൾ എന്ത് ചെയ്തില്ല? എഴുന്നേറ്റില്ല. അതിന്റെ ദേഷ്യത്തിന് ആരെ കൊന്നുന്നാ യഥാർത്ഥത്തിൽ ആര് കഥ പറയുന്നയാൾ എത്ര വലിയ ആളുകൾ വന്നാലും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ല. അവിടെ ഇരുന്നുകൊണ്ട് നമസ്കരിക്കണം. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ അദ്ദേഹത്തെ ചെന്ന്, പക്ഷെ ആ റൂൾ അവിടെ ആര് തെറ്റിച്ചു? ബലരാമൻ തെറ്റിച്ചു. അതാ പറ്റിയത്. കാരണം അയാളുടെ വയറ്റിൽ കിടക്കുന്നതാ. അതുകൊണ്ടാ ഏതായാലും ഈ പറയുന്ന സൂതൻ കയറി വരികയാണ്. അപ്പൊ സൂതന് വലിയ ജ്ഞാനിയൊന്നുമല്ല, പക്ഷെ ഒറ്റ കാര്യത്തിൽ ഭഗവത് കഥകളെ നന്നായിട്ട് കേട്ട് പഠിച്ചവനാണ്. അതുകൊണ്ടാണ് ഈ ശൗനകാദികളെക്കാളും ശ്രേഷ്ഠനായി. അതുകൊണ്ടാണ് ശൗനകാദികൾ ചോദ്യം ചോദിക്കാൻ ഇടയായത്. അപ്പൊ ഗുരുസ്ഥാനം ആർക്ക് വന്നു? സൂതന് വന്നു. ശൗനകാദികൾ ശിഷ്യരായി. ചോദിച്ചു, അങ്ങ് ധാരാളം പുരാണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളയാളല്ലേ,
കഴിഞ്ഞ തവണ വന്നപ്പോൾ ദേവീ ചരിതങ്ങളല്ലേ പറഞ്ഞു തന്നത്. ഇത്തവണ ഞങ്ങൾക്ക് ആരെക്കുറിച്ച് പറഞ്ഞു തരണം? ഭഗവാനെ പറ്റി പറഞ്ഞു തരണം. എന്നിട്ട് എന്താണ് അവിടെ വെച്ച് ഞാൻ അവിടെ ഒന്നും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, പറഞ്ഞാൽ പോവില്ല. അതുകൊണ്ട് പറയുകയാണ്, അങ്ങ് ഈ തവണ ഞങ്ങൾക്ക് ഭഗവത് കഥകളെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ തൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ശിവനെ ധ്യാനിക്കുകയാണ്. എം പ്രവ്രജന്തമനുവേദമഭേദ കൃത്യം എന്ന് പറഞ്ഞുകൊണ്ട് ശുഗബ്രഹ്മർഷിയെ സൂതൻ നമസ്കരിച്ചു. അതിനുശേഷം നാരായണനെയും സാക്ഷാൽ ദേവിയെയും ഒക്കെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ മുനിമാരെ, നിങ്ങൾ ചോദിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഏതൊരു മനുഷ്യൻ്റെയും അദമ്യമായ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പരപ്പും സാം ധർമ്മോ യഥാഭക്തിർ അധോക്ഷജേ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ശരീരം സ്വീകരിച്ചവൻ്റെ ഏറ്റവും പരമമായ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, ആരോട്? സാക്ഷാൽ അധോക്ഷജനായിരിക്കുന്ന ഭഗവാൻ. അധോക്ഷജൻ എന്ന വാക്കിനർത്ഥം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തവൻ. ഭഗവാന്റെ സ്വരൂപം നമുക്ക് കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നതല്ല, പിന്നെ അനുഭവ വേദ്യമാണ്. അങ്ങനെയുള്ള ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പക്ഷേ നമ്മളുടെയൊക്കെ പ്രാർത്ഥനയും ഭജനയും ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത് എങ്ങനെയാണ്? എന്തിൻ്റെ പേരിലാണ്? നമ്മളൊക്കെ ഭഗവാനെ ആരാധിക്കുമ്പോൾ, ഈശ്വരനെ ആരാധിക്കുമ്പോൾ അവിടെ ഒരു ഹേതു ഉണ്ടാവും. കാരണം എൻ്റെ മോന് എല്ലാത്തിലും A+ കിട്ടിയാൽ എന്ത് നടത്തിയേക്കാം? ഒരു തുലാഭാരം. 9 A+ ഉള്ളെങ്കിലോ തുലാഭാരം ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടേക്ക് ഒരു ഹേതു ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് അഹൈതുക്യപ്രതികത. അങ്ങനെ ഭക്തി വേണം ഭഗവാനോട് ഉണ്ടാവാൻ. എന്താണ്? ഒരു ഹേതുവുമില്ലാത്ത, ഭഗവാനോടൊന്നും അങ്ങോട്ട് വയ്ക്കാത്ത, അപ്രതിഹത, ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാത്ത, ഒന്നും പറയുന്നുമില്ല, ഒന്നും ഇങ്ങോട്ടും ആഗ്രഹിക്കാത്തുമായ ആ ഭക്തിയാണെങ്കിൽ ഭഗവാൻ നിങ്ങളോട് പ്രസാദിക്കും. അതുകൊണ്ട് ഭഗവാനായിരിക്കുന്ന വാസുദേവനിൽ നിങ്ങളുടെ ആ ഭക്തിയോഗത്തെ വളർത്തിക്കൊണ്ടു പറഞ്ഞു വന്നാൽ, ആ ഭക്തി ആദ്യം വളർന്നാൽ ജനയത്യാശു വൈരാഗ്യം. ഭഗവാനിൽ ഭക്തി വളർന്നു എന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ല, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച തദഹൈതുകം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഹേതുവില്ലാത്ത ഭക്തിയാണെങ്കിൽ, ആ ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ അത് പിന്നീട് എന്തായി മാറും? വൈരാഗ്യത്തിലേക്ക് നയിക്കും. ആ വൈരാഗ്യാവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഭഗവത് തത്വം എന്താണെന്നുള്ള ജ്ഞാനവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആ ഭഗവാന്റെ കഥകളിൽ എപ്പോഴും അതുണ്ടാവണം. പിന്നെയോ ധർമ്മസ്യ ജ്ഞാപിവർഗസ്യ എന്ന അർത്ഥായോപകൽപ്പതേ. ധർമ്മമാർഗങ്ങളെപ്പറ്റി, മോക്ഷമാർഗത്തെപ്പറ്റി, പല കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സകല അർത്ഥങ്ങളും നേടുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും എപ്പോഴും ഭഗവാനെ മാത്രം ലഭിക്കുന്നതിൽ ആവണം. അതുകൊണ്ട് കാമസ്യ എന്ന ഇന്ദ്രിയ പ്രീതി. കാമം, ആഗ്രഹം, സാർ ഇന്നലെ പറഞ്ഞില്ലേ, ആഗ്രഹം ഒരിക്കലും ഇന്ദ്രിയങ്ങളെ ഇല്ലാതാക്കിയില്ല. ഒന്നുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഒരു 2 വീലർ മേടിക്കണം എന്നാ, 2 വീലർ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഗ്രഹം എന്തായി? കാർ മേടിക്കണമെന്നാ. അപ്പൊ ആഗ്രഹം കൊണ്ട്, കാമം കൊണ്ട് കാമത്തെ ഇല്ലാതാക്കുക സാധ്യമല്ല. കാമസ്യ ഇന്ദ്രിയ പ്രീതിർ. അതുകൊണ്ട് ജീവസ്യ തത്വജിജ്ഞാസ എന്ന അർത്ഥക എസ്തേക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ജീവനും തത്വജിജ്ഞാസ, ഈശ്വരനെ കുറിച്ച് അറിയുന്നതിനുള്ള ആഗ്രഹമാണ് വളർന്നു വരുന്നേണ്ടത്. അതുകൊണ്ട് വദന്തി തത് തത്വം അവിദഹ തത്വം യത് ജ്ഞാനം അദ്വയം. ഈ തത്വത്തെ അറിഞ്ഞവർ ഈ തത്വത്തെ പല രൂപത്തിൽ പറയുന്നു. ചിലര് എന്തു പറയുന്നു? ജ്ഞാനമെന്ന് പറയും. ചിലര് പറയും അദ്വയമാണെന്ന് പറയുന്നു. രണ്ടാമതൊന്ന് ഇല്ലാത്തതാണ്. ഇനി വേറെ ചിലർ പറയുന്നത് എന്താണ്? ബ്രഹ്മം എന്ന് പറയുന്നു. ചിലർ അതിനെ തന്നെ പരമാത്മേതി, ചിലരേതി ഭഗവാനിതി ശബ്ദതേ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ.
അതുകൊണ്ട് അതിൽ താല്പര്യമുള്ളവർ ജ്ഞാനവൈരാഗ്യങ്ങളോട് ചേർത്തിട്ട് ഈ ഭക്തിയെ പ്രാർത്ഥിച്ചാൽ തൻ്റെ ഉള്ളിൽ തന്നെ ആ ഭഗവാനെ അവർക്ക് ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടുന്നത് ആരെക്കുറിച്ചാണ്? ആ ഭഗവാനെ പഠിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ആ അധ്യായം തീർക്കുന്നത്. ഞാൻ എല്ലാം ഒന്നും പറയണില്ല, അതിൻ്റെ കാതലായ വിഷയം മാത്രം. കാരണം സത്യം പറഞ്ഞാൽ ഇന്നിവിടെ പറയേണ്ട ശുകാഗമനം വരെ പറഞ്ഞ് ഉച്ചയ്ക്ക് നിർത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇന്നലത്തെ കാര്യത്തിലേക്ക് പോയതാണ്. സാരമില്ല, ഉച്ച കഴിഞ്ഞ് ആരെങ്കിലും കാണുമോ ഇവിടെ? ഉണ്ടെങ്കിൽ പറയും. 10-15 പേരോ ഉള്ളെങ്കിൽ ഈ ചൂടത്ത് വന്ന് ഞാൻ ഇരിക്കണം. കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 തൊട്ട് 4-4:30 വരെ പറയും. പിന്നെ വായിക്കാനുള്ളത് വായിക്കും. അപ്പോൾ പോയിട്ട് വന്നാൽ ഞാനിവിടെ വന്ന് നോക്കും. ആരുമില്ലെങ്കിൽ സന്തോഷം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആളുണ്ടെങ്കിൽ അറിയാവുന്നത് എത്ര വേണമെങ്കിലും എത്ര സമയം വേണേലും പിന്നെ വായിക്കേണ്ടതും കൂടെ കാര്യങ്ങളൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്നിപ്പം ഇത്തിരി താമസിച്ചു, അതൊന്നും കൊണ്ടല്ല, ഇന്ന് തുടക്ക ദിവസമായിട്ട് പാരായണം തുടങ്ങാൻ ഇത്തിരി വൈകിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സ്കന്ധം തീർത്തിട്ട് തുടങ്ങാമെന്ന് വെച്ചത്. നാളെ തൊട്ട് ഞാൻ കൃത്യം 6:30 മണിക്ക് തന്നെ ഇതുപോലെ ആളുകൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കിട്ടാനുള്ള സാഹചര്യം ഞാൻ മുടക്കില്ല. അതുകൊണ്ട് ഇത്തിരി സ്പീഡിലാണെങ്കിലും വായിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. എന്നിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ 2 അധ്യായം കൂടെ വായിച്ചിട്ട് എങ്ങനെ വേണം മൂലം 2 അധ്യായം കൂടെ വായിച്ചിട്ടായിരിക്കും മധ്യാഹ്നത്തിലെ സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ 2-ാം ദിവസമാണ്. നാളെ പ്രധാനമായിട്ട് സാക്ഷാൽ ഇവിടുത്തെ തന്നെ പരാശക്തിയുടെ അവതാരം വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം വരാഹാവതാരമുണ്ട്. എങ്കിൽ പോലും നാളെയാണ് വൈകുന്നേരം 5 മണിയോട് കൂടി ഭദ്രകാളി അവതാരം. ആരെങ്കിലുമൊക്കെ ആ അവതാര സമയത്ത് ഉണ്ടാവണം. ഇവിടെ കടുംബായുസ നിവേദ്യമൊക്കെ ഉണ്ടാവും. പിന്നീട് 3-ാം ദിവസം വൈകുന്നേരമായിരിക്കും നരസിംഹ അവതാരം. 4-ാം ദിവസം വൈകുന്നേരമായിരിക്കും കൃഷ്ണാവതാരം. 5-ാം ദിവസം വൈകുന്നേരം. അന്ന് ആള് ഭയങ്കരമായിരിക്കും എന്ന് എനിക്കറിയാം. അന്നാണ് ഏത്? രുക്മിണി. 6-ാം ദിവസം മധ്യാഹ്നത്തിലായിരിക്കും കുചേല. അപ്പൊ ഈ ചടങ്ങുകളിലൊക്കെ എല്ലാവരും എങ്ങനെയാണ് സംബന്ധിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇവിടെ പല അർച്ചനകൾ ഇവിടെ നോട്ടീസിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും നമ്മളാലാകാവുന്ന വിധത്തിൽ. അതുപോലെ നിറവറ സമർപ്പിക്കൽ യജ്ഞശാലയിൽ പതിവുള്ളതാണ്. അന്നദാനത്തിന് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പച്ചക്കറികളായിട്ടോ അരിയോ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ശക്തിക്ക് അതിന് അളവല്ല. നമ്മളെ കൊണ്ടാകാവുന്ന, ആരും ഇത്ര തരണം എന്ന് ഇവിടെ പറയണമില്ല. പക്ഷെ എന്തെങ്കിലും കൊണ്ടുവന്ന് 7 ദിവസത്തിനകം, ആദ്യമായതുകൊണ്ടാണ് ഞാൻ പറയണല്ലേ, ഞാൻ പറയില്ല കേട്ടോ. അതേപോലെ തന്നെ ഓരോ അവതാര സമയത്തും പ്രത്യേക അർച്ചനകളുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് സഹസ്രനാമം നടക്കുമ്പോൾ സ്ഥലഗ്രാമത്തിൽ അർച്ചന നടക്കും. ആ സമയത്ത് സഹസ്രനാമ അർച്ചന നടത്തും. കഴിയുന്നിടത്തോളം ആളുകൾ ഇന്ന് രാവിലെ വരാൻ പറ്റാത്തവർ വൈകുന്നേരം, തലേ ദിവസം വൈകിട്ടാണെങ്കിലും അടുത്ത ദിവസത്തേക്ക് എഴുതിക്കുക. അത് രാവിലെ ഇവിടെ ചെയ്തിട്ട് നിങ്ങൾ വരുമ്പോൾ പ്രസാദം വാങ്ങിയാൽ മതി. അതിനെയും ബുദ്ധിമുട്ടില്ല, ഇവിടെ ചെയ്യും. അതുകൊണ്ട് എല്ലാ അർച്ചനകളിൽ, അതേപോലെ വിശേഷാൽ നടക്കുന്ന കൃഷ്ണാവതാരം, മറ്റുള്ള അവതാരങ്ങളിലൊക്കെ സമയത്ത് ചില നിവേദ്യ വസ്തുക്കളൊക്കെ സമർപ്പിക്കണം. വെണ്ണ, പാല്, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, മധുരഫലം, ഇതൊക്കെ ഓരോ ദിവസവും ഞാൻ പറയും. ആദ്യത്തെ കൃഷ്ണാവതാരത്തിൻ്റെ അന്ന് പറയും, അതിൻ്റെ തലേ ദിവസം പറയും. കൃഷ്ണാവതാരത്തിൻ്റെ രാവിലെ തൊട്ടിയുടെ പാത്രമൊക്കെ വെക്കും. എന്തിനാ? ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വെക്കാൻ. ഉച്ചയായിട്ട് നിറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നും പറയില്ല. അതുകൊണ്ട് അങ്ങനെ ആവരുത്. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൻ. അല്പമാണെങ്കിൽ പോലും അത് നമ്മളെ വലിയ ദുഃഖത്തിൽ നിന്നും നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. കുറച്ചേ കൊടുത്തുള്ളൂ, അതിൻ്റെ അനുഗ്രഹം നമുക്ക് ഇങ്ങോട്ട് ആര് തരും? അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ 2 അധ്യായം വായിച്ചിട്ട് ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിനെത്തും. ഉന്നദാനമുണ്ട്, അതിൽ പങ്കെടുക്കുക. പോകാൻ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയിട്ടൊക്കെ വരിക. 3 മണിയാകുമ്പോൾ വന്നാൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം 1-1.5 മണിക്കൂർ കൂടി പറയും. പിന്നെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വീണ്ടും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പറയും. അങ്ങനെ പറഞ്ഞാലേ ഇത് തീരുവുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുക.